ഞങ്ങളെ കെട്ടിച്ചോടത്തേക്കാരം ഉമ്മ ഫോൺ വിളിച്ച് കരഞ്ഞു വിളിച്ചു. വണ്ടി ആടി ഇപ്പൊ വീണുകണ്, ആശുപത്രി കൊണ്ടുപോകാൻ പറയാം. ഞങ്ങൾ അപ്പ എത്തിങ്ങാണ്ട് അപ്പൊ കൊണ്ടോക്കാണ്. കാരണം ചോര ഒലിച്ചേക്കാരം മേക്കുന്നു. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങള് വന്നിക്കണ എന്താ വെച്ചാല് ലഡി കൊറേ കമന്റ് ഉണ്ട്. നമ്മള് ഇപ്പൊക്കെ ഇന്നതാന്ന് പറഞ്ഞിട്ടും കൊറേ അറിയാത്ത ആൾക്കാര് പിന്നെയും ചോദിക്കട്ടെ എന്താണ് അസുഖം, ശരിക്കുള്ള അസുഖം എന്താണ്. അപ്പൊ കൊറേ കമന്റ് ചെയ്തപ്പോ ഇപ്പാക്ക് എന്താ അസുഖം എന്ന് ചോദിച്ചപ്പോ ഞങ്ങള് റിപ്ലർക്ക് ഇപ്പാക്ക് സുഖമില്ല കുറച്ച് കാലായിട്ട്. അങ്ങനെ ഒരു നമ്മളെ എഴുത്താകുമ്പോ എഴുതുന്നതിന് ലിമിറ്റ് ഉണ്ടാവൂല. എന്താണ് അസുഖം എന്നുള്ള പേരറിയെങ്കിൽ നമുക്ക് പറയുന്നു, പക്ഷെ എന്താ അസുഖം എന്ന് കറക്റ്റ്. അപ്പൊ കൊറേ ആൾക്കാർ ഇപ്പൊ വീഡിയോയില് ഫസ്റ്റ് ഫാമിലിന്റെ വീഡിയോയിൽ ഇപ്പൊ പോയി ഞാൻ നീന്റെ ഇടയിലും എന്താ പറയാ കൊറേ ആൾക്കാരെ കമന്റ് ഉണ്ട് എന്താണ്. അപ്പൊ ഞങ്ങള് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞാൻ പോകും അത് കഴിഞ്ഞാൽ ഓള് പോകും. അപ്പൊ എല്ലാരും കൂടിയിട്ടുള്ളൊരു വീഡിയോ അങ്ങനെ ഒരു വിഷയമായതുകൊണ്ട് എല്ലാരും കൂടിയിട്ടുണ്ട് വീഡിയോ എടുത്ത് വിചാരിച്ചിട്ട് വന്നാണ്. അപ്പം ഇപ്പാന്റെ അസുഖത്തെ പറ്റിയിട്ടാണ് ഞങ്ങൾ ഇന്ന് പറയാൻ വന്നിട്ട്. കാര്യമായിട്ട് എന്താ പറയാ വെച്ചാല് ഇപ്പാനോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം ഇതെന്നാ തുടങ്ങിയത് ഇരുന്നതെന്നില്ലേ. തുടങ്ങിയിട്ട് 8 കൊല്ലത്തോളായി. ഇങ്ങനെ 8 കൊല്ലൊന്നുമില്ല. ഇപ്പാന്റെ അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് വാടക പെരിയിലേനി. അപ്പൊ ഞങ്ങൾ വീഡിയോ കാണുന്ന കുറെ ആൾക്കാർക്ക് അറിയും. അപ്പൊ എങ്ങനെയാന്ന് വിചാരിച്ചാല് ഇതിന്റെ ഈ കല്യാണത്തിന്റെ ഒരു 5-8 മാസം മുന്നേ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ നവംബറിൽ 5 കൊല്ലം. അപ്പൊ ഒരു 6 കൊല്ലത്തോളം ആയിക്കണ് ഇപ്പാക്ക് അസുഖം ഇങ്ങനെ തുടങ്ങി വരല് തുടങ്ങിയിട്ട് 6 കൊല്ലത്തോളം ആയിക്കണ് അല്ലേ. ഒരു കൈത്തരിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിനി. ആദ്യമൊക്കെ അതിന്റെ ഫസ്റ്റ് അടയാളാണ് കയ്യെടുപ്പ്. അപ്പൊ സ്വാഭാവികമായിട്ട് കുറെ ആൾക്കാർക്ക് പൊതുവേ ഇല്ലതാണ്. എനിക്കൊക്കെ ഉണ്ട് കൈത്തരിപ്പ് കുറെ ആൾക്കാർക്ക്. അപ്പൊ ഒന്നും നമ്മളത് മെയിൻ ആക്കൂല. പിന്നെ ഈ ഹോട്ടല് ബൂഫിയില് നിന്നില്ല പണിയല്ല. എന്തൊക്കെ പണി? പൊറാട്ട, ബിരിയാണി, കുബൂസ്, ഷവർമ്മ, അങ്ങനത്തെ എല്ലാ പണി ഇപ്പൊ വേറെ ആളോട് രണ്ടാളുണ്ട്. ഇനി മെയിൻ പണിക്കാരപ്പേനി. പിന്നെ ഇപ്പ കമ്പനിയിൽ ഇപ്പാന്റെ ജീവിതം 18 കൊല്ലം കേൾക്കുന്നുണ്ടെങ്കിലും ആ 18 കൊല്ലത്തില് 16 കൊല്ലം സാലറി കിട്ടാത്ത പണിയൊക്കെ അമ്മ അത്രയും കൊല്ലത്തോളം. ഇപ്പൊ എന്താണെന്നറിയാം ഇപ്പാക്ക് ഒരു ആൾക്കാർ പണി ചിലപ്പോ ചത്തിട്ടില്ല പണിയൊക്കെ കൊടുത്താൽ കാട്ടി കൊടുക്കും. ഓല് ഇപ്പാനൊക്കെ മുതലാ പൈസ കിട്ടിയിട്ടില്ലെങ്കിലും ചോദിച്ചൂല. അതിപ്പോ ഷെഫീക്കായാലും ഉപ്പയാലും ചോദിച്ചൂല. ഒരു തെരുയാറിന് നിക്കും. ലാസ്റ്റ് ഇടങ്ങാറാണ് നമ്മള് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾക്ക് ഇടങ്ങാറാവുക. അങ്ങനെയാണ് ഇപ്പൊ പെട്ടിക്കണ്. പിന്നെ ഉപ്പാനെ കുറെ ആൾക്കാര് സാലറി കൊടുക്കാതെ കുറെ ആൾക്കാര് നല്ല ഇറങ്ങിറങ്ങിക്കണം. കുറെ ആ ടൈമില് കുറെ പട്ടിണിക്ക് എടുത്തിക്കണേ അല്ലേ. അപ്പൊ ഇതൊക്കെ ഞങ്ങൾ എന്തിനാ പറയുന്നത് വെച്ചാൽ അതൊക്കെ എന്താ രോഗത്തിന്റെ കാരണങ്ങളാണ്. കാരണം ടെൻഷൻ മനുഷ്യന് ഒരു ലിമിറ്റ് വരെ ടെൻഷൻ പറ്റുള്ളൂ. ഇപ്പൊ പരമാവധി അവിടെ നിന്ന് അനുഭവിച്ചിക്കണ്. അവിടെ റൂമത്തെ ആൾക്കാരായാലും കൊറേ ഗതി എടുത്തേക്കണില്ല. അപ്പൊ കടക്കാനയക്കാതെയും തിന്നാൻ തരാതെയും. ഇപ്പാക്ക് എങ്ങനെയാ വെച്ചാൽ ഇപ്പൊ ഒരു പണിസ്ഥലത്തുനിന്ന് വേറൊരു പണിസ്ഥലത്തേക്ക് പോയിന്. ഇവിടെ ഒരു പണി ഉണ്ടാകുമ്പോ പിന്നെ ആ ഹോട്ടൽ അടിച്ചു കൂട്ടിയിട്ട് പിന്നെ അവിടെ പണിയില്ല. പിന്നെ വേറെ സ്ഥലത്തേക്ക് മറ്റേ ഇത് ഇക്കാൻ ഒതുക്കാനാകുമ്പത്തിന് നമുക്ക് ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ തിരയണ്ടേ. അപ്പൊ ഇപ്പ ഇങ്ങനെ പോലീസുകാരൊക്കെ കണ്ടങ്ങൾ ഇച്ചുപോലെ കഫാല മാറി 20,000 ഇപ്പൊ റൂമിൽ തന്നെ നിന്നു തിന്നാനില്ല. ആ റൂമത്തെ ആൾക്കാര് ഇപ്പൊ കുടുങ്ങി അത്രയും ഇറങ്ങാറായ റൂം എന്ന് പറയാൻ ഉണ്ടാവില്ല. കാരണം ആ റൂം തോലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കട്ടിലുണ്ട്. പക്ഷെ ഇപ്പാന കട്ടിൽമ കടത്താനയക്കൂല. ഇപ്പാന നിലത്തൊക്കെ കടത്തിന്. അതേമാതിരി അങ്ങനെയല്ലേ നിങ്ങൾ പറഞ്ഞു. എന്തൊക്കെ അനുഭവിച്ചേ പറയും. എന്തൊക്കെ അനുഭവിച്ചു ഒന്നും പറയില്ല. നമ്മളോട് തന്നെ തൊള്ളിന്നൊക്കെ ചാടി പോയതാണത്. അല്ലാതെ അന്നൊരു ഉമ്മാനോട് ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ ഇറങ്ങിയതൊന്നും അങ്ങനെ പറയില്ല. പറഞ്ഞ കൂട്ടത്തിൽ അറിയാൻ ചാടി പോയതാണ്. അതേമാതിരി തിന്നാൻ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓലുണ്ടാക്കിയത് എന്താണോ ബാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും ഒലച്ചില് തന്നെ പറയാ. അതിന്റെയൊക്കെ കറി ഓല് ഫസ്റ്റ് തിന്നതിന്റെ എന്താണ് അതിന്റെ ബാക്കി ഓലൊക്കെ ചിലപ്പോ ഈ വീഡിയോ കാണുമല്ലോ ഉണ്ടാവൂല. അപ്പൊ ആ കൂട്ടുകാരന്മാരൊക്കെ പക്ഷെ ആൾക്കാർ എന്താണ് ഏതാണെന്നൊന്നും നമുക്ക് അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അതിനുള്ള പ്രായമായിട്ടില്ല. അവിടെയുള്ള ആൾക്കാരെ നമുക്കൊന്നും പറയാൻ പറ്റൂല. ഷെഫീക്ക് എന്ന് പറഞ്ഞാൽ 10-20 വയസ്സുള്ള ചെക്കനാണ്. അപ്പൊ ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളാണ്. നമുക്കൊന്നും ഈ ജീവിതത്തിൽ എടുത്ത് ചാടാനുള്ള പ്രായം ഒന്നും ആയിട്ടില്ല. ഇപ്പൊ ഈ നിലക്ക് എന്തെങ്കിലും വെക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് കാട്ടേണ്ടി. അപ്പൊ ആ റൂമത്തെ ആൾക്കാർ ഉപ്പാനൊക്കെ പരമാവധി ഇടങ്ങാറാക്കാൻ പറ്റും. അതാണ് ഉപ്പാന്റെ ലാസ്റ്റ് നിൽക്കല്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നാട്ടിക്ക് വരുന്നത്. അവിടുന്നാണ്
അപ്പം ആ റൂമത്തോലപ്പഞ്ഞ് മറക്കൂലല്ലോ മറക്കൂല. ഇപ്പാക്ക് എന്താ പറയുക, ഇപ്പാക്ക് ഒരു ശ്വാസം മുടലുണ്ട്. ആ ഒരു ശ്വാസം മുടലൊക്കെ അവിടുന്ന് അതിന്റെ തുടക്കാണ് അല്ലേ, എന്നാ ആ ടൈമിൽ തുടങ്ങിയതാണ്. പിന്നെ ഉപ്പാന്റെ ഈ അസുഖം എന്ന് കണ്ടോ, അതാണ് ആ ശ്വാസം മുടൽ. ഈ അസുഖത്തിന് ഒന്നാമത്തെ ലക്ഷണമാണ് ഈ ശ്വാസം മുടൽ. ചിലവർക്കൊക്കെ പറയുമ്പോ ആ മൈൻഡൊക്കെ അങ്ങനെ പോകും. അത് ഞങ്ങളെ കൊണ്ട് കുറെ ആവൂല, അസുഖത്തെ എങ്ങനെ പറയാനാവൂല എന്ന് വിചാരിച്ചു. പിന്നെ കമന്റ് കണ്ടിട്ട് നമ്മൾ റിപ്ലൈ കൊടുക്കുന്ന വിചാരിച്ചിട്ട് എല്ലാരും ഇരുന്ന് തീരുമാനിച്ചാണെന്ന് പറയാ എന്താന്ന് പറയാന്ന്. അപ്പം പിന്നെ ഞങ്ങള് തറവാട്ടിൽ നിന്ന് ഇറങ്ങി വേറൊരു പെരിയിൽ വാടക വെക്കുന്നു. പിന്നെ ഞങ്ങൾ വേറെ പെരിയേക്ക് വാടക പോയി. ആ പെരിയിൽ നാളെ ഇപ്പൊ ഇങ്ങനെ വിളിച്ചു പറയണല്ലേ അമ്മ, എന്താ നിങ്ങളോട് വിളിച്ചു പറഞ്ഞേ? ഉമ്മാനോട് ഇങ്ങനെ വന്നേടി എന്താ എന്റെ കാല് ചെറുത്തിട്ട് കിട്ടുന്നില്ല, ഞാൻ എടുക്കുന്നുണ്ട് പക്ഷെ എന്റെ കാലിന്റെ ഒപ്പം വരുന്നില്ല. അതാണ് ഉപ്പാന്റെ അസുഖത്തിന്റെ ഫസ്റ്റ് കൂളിങ് അവിടുന്നാണ്. എങ്ങനെയാ അറിയാ, അതാണ് തുടക്കം. അതിൽ ഉമ്മ ഇങ്ങനെ പറഞ്ഞേ, നിങ്ങളെന്താ പറഞ്ഞേ, എന്നാ പോകുന്നല്ലേ നമുക്ക് വന്ന് എന്തെങ്കിലും കാട്ടാക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങിയാൽ. കാരണം ഉപ്പാക്ക് ജീവല്ലെങ്കിലും അന്ന് ഒരു കുറി ഉപ്പാന്റെ കാല് നിങ്ങൾക്ക് ഓർമ്മല്ലേ, പൈപ്പുമ്പോ ബ്ലാങ്കറ്റ് ചവിട്ടി കുത്തിയിട്ട് വെജ. പക്ഷെ ഞങ്ങളോട് ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ബന്ധപ്പെട്ട ബാൻഡേജ് ഒക്കെ ചുറ്റി അവിടെ എന്തോ ശതവോ എന്തോ നല്ലൊരു പനിക്ക് പറ്റി കാല് വീങ്ങിക്കണ്. പക്ഷെ എന്നിട്ടും അവിടെ പോയി അമ്മാതിരി പണി എടുത്തിട്ട്, കാരണം എന്താ മാസാവസാനം. അതേപോലെ പൊറാട്ട പണിയൊക്കെ എടുക്കുമ്പോ ചട്ടി തട്ടിട്ട് ഇതിലങ്ങോട്ട് പൊള്ളച്ചിട്ട് അങ്ങോട്ട്, ഞങ്ങളൊരു ദിവസം വീഡിയോ കോൾ ചെയ്തപ്പോ കണ്ടപ്പോഴാണ് ഇപ്പൊ പറയണത്. ആ കൈയേറ്റാണ് പിന്നെ എല്ലാ പണി. ഇപ്പൊ ചട്ടി ഇങ്ങനെ ആയി, വലിയ ചട്ടിയല്ലേ, അതില് കൈ തട്ടിട്ട് നല്ലോ പൊള്ളല് കൊള്ളിക്കണ്. ആ കൈയും വെച്ചൊക്കെ പണി നല്ലോ എടുത്തിക്കണം. അപ്പൊ ഇപ്പൊ 18 കൊല്ലത്തെ പ്രവാസ ജീവിതം കൊണ്ട് ഇപ്പൊ എന്താ നേടിയെന്ന് ചോദിച്ചാല് അസുഖമാണ്. ഓളെ കല്യാണം നല്ല ഉഷാറാക്കി, എന്താ പറയാ, നല്ല രീതിയിൽ നടത്തി. പിന്നെ ഉപ്പാക്ക് വരാന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഞാൻ തടസ്സമായി നിൽക്കുന്നത് ഞാനാണ്. എന്റെ കല്യാണം അവിടെ ഒരു വെല്ലുവിളിയാണ്. കാരണം ചെറിയാപ്പ ഗൾഫിൽ നിന്ന് വരണമെന്ന് പറയുന്ന ടൈം, പിന്നെ എന്റെ കല്യാണം 10-19 വയസ്സായി നിൽക്കുമ്പോ സ്വാഭാവികമായിട്ട് ആ ടൈം അറിയാലോ, ഒരു 5 കൊല്ലം മുന്നേ ആ ടൈം ആകുമ്പത്തിന് കെട്ടിച്ചു കൊണ്ടുപോകും, പെൺകുട്ടികളെ കെട്ടിച്ചു കൊണ്ടുവന്നൊരു മൈൻഡാണ്. അപ്പൊ ഉപ്പാക്ക് അതാലോചിച്ചിട്ട് വരാനും പറ്റൂല. കാരണം കൊറോണ ടൈമാണ് ഇപ്പൊ വരുന്ന ടൈം. പക്ഷെ കൊറോണ അവിടെ ഇങ്ങനെ നടന്നോണ്ടിക്ക, കൊറോണ ആയോണ്ടിക്ക. അപ്പൊ അതിന്റെ ഒപ്പം ഇങ്ങനെ പോന്നോണ്ടിക്ക. നമ്മളിവിടേക്ക് എത്തിയിട്ടില്ല. ഇപ്പൊ എത്തലും പിറ്റേന്നാണ് ഇത് വ്യാപകമായി എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ വന്നപ്പോ പെരും ചോമ. പക്ഷെ അന്ന് ഇതാണെന്ന് അറിയില്ല. ഫസ്റ്റ് പെരും കൊരയും പനിയായിട്ട് അപ്പൊ വരുന്നത്. അപ്പൊ ആ കൊറോണ അപ്പാക്കും കുടിച്ചിരിക്കണ മെയിൻ അതാണ്. പിന്നെ അവിടുന്ന് വന്ന് നമ്മള് സാധാരണ ഇങ്ങനെ കാല് കിട്ടില്ല. അതില് വന്നെങ്കിലും ഇപ്പ തറവാട്ടിക്ക് പോകണം, ഉമ്മാനൊന്ന് കാണണം തന്നില്ലേ വരുന്ന വിലയില്. അല്ലെ ഞങ്ങളത് അപ്പൊ ഈ കാലൊക്കെ ഭയങ്കര തപ്പിക്കുട്ടി. ഇപ്പൊ കാലം 19 വയസ്സുള്ളൂ ഉപ്പാക്ക്. ഇപ്പാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ ആദ്യം എന്ന് പറയുന്നത് ഞങ്ങൾ ആദ്യം അരീക്കോട്. അവിടെ എന്ന് പറഞ്ഞപ്പ മണല് വാരിയ, പിന്നെ എന്തൊക്കെ പണി അറിയാം? മണലൊക്കെ വാരി വലിയ ആളാണ്. എല്ലാ പണി അറിയാം. ഏതൊക്കെ പണി അറിയാം നിങ്ങൾക്ക് അറിയാം? അരീക്കോട് എന്തൊക്കെ പണി എടുത്തീനെ? മണൽപ്പണി, തോണിയില് അന്ന് ഞങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ഒരു റിയാൻ തോണിന്ന് കൊയിഞ്ഞാടി. ഭയങ്കര ആയല്ലേ. പിന്നെ ആ പണി എടുത്തേ. പിന്നെ ചാത്തമുണ്ടൊക്കെ പിന്നെ ഞങ്ങൾ വന്ന് ഫസ്റ്റ് ഫാമിലിന് വരിയത്. അതായത് ഇപ്പാന്റെ പേര് അവിടെ നിന്ന് അവിടെ ഡബ്ബർ പണി ഉണ്ടായിന്. കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്കൂൾ പഠിച്ചിരുന്ന ടൈമിൽ ഇപ്പാക്ക് ഞങ്ങൾ നാട്ടിൽ തന്നെ ചാത്തമുണ്ട സൈക്കിൾ കാരൻ ഉണ്ടായിന്. അതൊക്കെ നല്ല ഓർമ്മ ഉണ്ട്. എന്നിട്ട് പോക്കറ്റിൽ കുറെ ചില്ലറ പൈസ ഉണ്ടാവും. പോകുമ്പോ 2 റുപ്യ, വരുമ്പോ 2 റുപ്യ. പിന്നെ തേപ്പ് പണി അറിയാ, കിണറ് പണി അറിയാ, പിന്നെ അതൊക്കെ പറയാ. അങ്ങനെ അറിയാത്തൊന്നുമില്ല. ഹോട്ടൽ പണി, മെയിൻ പൊറാട്ട, ബ്രോസ്റ്റ്, എല്ലാം മന്തി, എല്ലാം അറിയാം. വലിയ ആഗ്രഹം എന്താ വെച്ചാല് ഒരു ഹോട്ടൽ വരിക. കാരണം നമ്മൾ യൂട്യൂബ് തുടങ്ങുന്നതിന് മുന്നേ പറയുമ്പോ ഇപ്പൊ ഒരു ചായക്കട ഇടുക അല്ലെ. ഞങ്ങളതില് നമ്മള് പഴംപൊരി ഇടുക, ഉണ്ടാക്കുക, പൊക്കവട ഉണ്ടാക്കുക, ഉള്ളിവട ഉണ്ടാക്കുക. ഞമ്മക്ക് അങ്ങനത്തെ മടി കാര്യമൊന്നുമില്ല. ഞാനും ഓളും നിക്കാറുന്നു ഇപ്പിന്ന്. പക്ഷെ ഇപ്പാക്ക് എന്തായാലും ഒരാളല്ല. പൊറാട്ട ഇപ്പാക്ക് കഴിയുന്ന ടൈമിൽ തന്നെ ഞങ്ങൾ പൊറാട്ട തല്ലിപ്പിച്ചു. പെരിയിലൊക്കെ പൊറാട്ട ഉണ്ടാകുമ്പോ ഞങ്ങളെ കൊണ്ട് കാട്ടിച്ചു. അതിന്റെ നിശ്ചയത്തിലൊക്കെ മന്തി അല്ല ഫുഡ് നല്ലോ ഉണ്ടാക്കി. ഭയങ്കര ബേജാറ്, വെത്തപ്പാലെന്തെങ്കിലും ഭയങ്കര കാല് കിട്ടൂല. അപ്പൊ നമുക്കൊരു പരിപാടിക്ക് പാനൊക്കെ നടക്കാൻ സാഹചര്യം ഇല്ല. ഫുഡുകളൊക്കെ താടി കൊണ്ട് നടക്കാൻ കഴിയും. അങ്ങനെ ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്ന് നമ്മൾ ആദ്യമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയി കാല് കിട്ടില്ല. അപ്പൊ ജനത്തിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു.
അപ്പൊ പോയിട്ട് നോക്കാം. ഞരമ്പിന്റെ പ്രശ്നമാന്ന് പറഞ്ഞു ഡോക്ടർ അതിന്റെ മരുന്ന് തന്നു. ബാലൻസ് ആണ് ആദ്യം പറഞ്ഞു, എയർ ബാലൻസ് ആണെന്ന് പറഞ്ഞു, സാധാ ബാലൻസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ബാലൻസുകളൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാലൻസ് ആണെങ്കിൽ മെയിൻ ആയിട്ട് ഈ തല കറങ്ങും. അപ്പൊ ഇപ്പാക്ക് എങ്ങനെ ഡോക്ടർമാര് വെച്ചാലും കണ്ണുമ്പ് നിർത്തിയാലും ബാലൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ചു നേരം കണ്ടുകൊണ്ടിരുന്നാല് തല നമുക്ക് ബാലൻസ് കിട്ടൂല, കൊഴിഞ്ഞാൽ. ഇപ്പാക്ക് അതിലൊരു പ്രശ്നമില്ല. പിന്നെ ഡോക്ടർമാര് മാസം തോറും ദിവസം തോറും ഞങ്ങൾ മാറ്റി തുടങ്ങി. അയലക്കാർ അവിടെ ഉണ്ട്, അവിടെ കൊണ്ടുപോകും, ഇവിടെ ഉണ്ട്, ഇവിടെ കൊണ്ടുപോകും, കുടുംബക്കാരെന്തെങ്കിലും പറയാൻ പറ്റും. അതില് പിന്നെ ലാസ്റ്റ് എത്തിയത് ഡോക്ടർമാരൊക്കെ ഒരേ ഇതിൽ പറയും ബാലൻസിന്റെ അസുഖം. ചിലവര് പറയും ഇതൊന്നല്ല, ഒന്നിലൊരു കുഴപ്പമില്ല കേട്ടോ പറഞ്ഞു. ലാസ്റ്റ് ഞങ്ങൾ എത്തിയതാണ് 10,000 റുപ്യന്റെ MRI. ആ ടൈം 10,000 എന്നൊക്കെ പറഞ്ഞ നല്ല കത്തില്ല 10,000 കേട്ടോ. അപ്പൊ MRI എന്ന് പറയുന്നത് 4 കൊല്ലം ആ ടൈമാണ് ഞങ്ങൾ ഫസ്റ്റ് ആയിട്ട് MRI എടുക്കുന്ന. ഏത് ഡോക്ടർ വന്നിട്ട് ഇങ്ങനെ അരീക്കോട് ഡോക്ടർ അരീക്കോട് ഡോക്ടർ വന്നിട്ടാണ് ഞങ്ങൾ MRI എടുക്കുന്ന. MRI എടുത്തിട്ട് ആ ഡോക്ടർ വന്ന് തലന്റെ കുഴപ്പമില്ല, ഒന്നിലൊരു കുഴപ്പമില്ല, ഇത് ബോഡി മൊത്തം എടുത്തിക്കണം, ഒന്നിലൊരു കുഴപ്പമില്ല. അങ്ങനെ അപ്പൊ എല്ലാരും പറഞ്ഞു MRI എടുക്കലിൽ എന്തായാലും ഒരു നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ, എന്തായാലും ഈ വിവരം കിട്ടും, എന്തെങ്കിലും പ്രശ്നം. ഡോക്ടർമാരൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാലും നമ്മളിത് ഇങ്ങനെ കാണില്ല. വീയ തലടിച്ച് നമ്മള് കൊണ്ടുപോകുക, ചോരൊലിച്ച സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ടുപോകുക. പിന്നെ എപ്പോഴും വിഗല്ലേ, തട്ടിത്തറിന് ഫസ്റ്റത്തെ കൊയ്ഞ്ഞാടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം കാല് കിട്ടാതായി. പിന്നെ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുന്നിക്ക് ഞാനിപ്പോ ഓളിവിടെ നിക്കണെങ്കിൽ ഞാനോള് ഒരു ഉന്താണ് ഉന്തി കഴിഞ്ഞാൽ തെറിച്ചങ്ങ് പോകും. നമ്മളായിട്ട് ഒറ്റ പോയി ഉഗ്ഗല അമ്മാതിരി കുക്കല് വെക്കും. പിന്നെ ആ മുന്നിക്കുള്ള കുക്കല് കുറച്ച് കഴിഞ്ഞപ്പോ എന്തായി വേഗക്ക് വരല്ലോ. നിങ്ങൾ എന്നെ ആലോചിച്ചു, നിങ്ങൾ ഇങ്ങനെ മുന്നിൽ നിൽക്കുകയാണ്. ആ നിക്കലൊക്കെ എനിക്ക് വേഗക്ക് നിക്കണോർത്ത് തല മലന്ന് കഴിഞ്ഞാൽ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. നമുക്കൊക്കെ ആൾക്കാര് ബാലൻസ് തെറ്റിപ്പോകും. ഇതെന്താ അസുഖം എന്ന് കുറെ ആൾക്കാർ പറഞ്ഞു. ഉസ്താദിന്റെ അടുത്ത് പോയി നോക്കി. ഡോക്ടർമാരില്ലേ നിങ്ങൾ വേറെ എന്തെങ്കിലും നോക്കിക്കോളിട്ടോ. എല്ലായിടത്തും കൊണ്ടുപോയി ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുക. അപ്പൊ ലാസ്റ്റ് വയനാട് പോയി വൈദ്യരുടെ അടുത്ത്. പിന്നെ അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊയ്ഞ്ഞാടലിന്റെ മൂക്ക് കൂടി. ഇപ്പൊ നല്ല ബൈക്ക് ഓട്ടി ഒക്കെ നടന്ന ആളേന്. പിന്നെ അങ്ങാടിയിൽ പോകുമ്പോ ബൈക്കായിട്ട് കൊയ്ഞ്ഞാടൽ തുടങ്ങി. അങ്ങനെ ഓരോ ഇതുമായി പിന്നെ ഡോക്ടർമാര് മാറി. പിന്നെ ഞങ്ങള് ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ഈ ഡോക്ടർമാരെ കാട്ടിൽ ഞങ്ങൾ നിർത്തിയിട്ടില്ല, കണ്ടിന്യൂ ചെയ്യുന്നു. ഓരോരുത്തരും ആൾക്കാർ പറയുന്നോടത്ത് ഷഫീഖിന് അതിന് നല്ലൊരു പങ്കുണ്ട്. എന്തിലും പൈസ ഷഫീഖ് പറയും, ആരെങ്കിലും പറയുമ്പോ ഉമ്മാനോട് ഇങ്ങനെ പറയും ഫീസ് ഉണ്ട് കേട്ടോ, കാരണം ഒരു മരുന്നിന് നല്ല പൈസ കേട്ടോ. അതിന് ഉദാഹരണമാണ് എന്ത് കോട്ടക്കലത്തെ മരുന്നില്ലേ 11,000 13,000 റുപ്യ ആ ഒരു മാസത്തിന്റെ മരുന്നിന്റെ വില. നിങ്ങളൊന്ന് ആലോചിച്ചോളൂ, 13,000 റുപ്യ. അതിന് മരുന്ന് വാങ്ങി ഷഫീഖിനോട് പറഞ്ഞാൽ ആ മരുന്നിന് ഭയങ്കര പൈസ കേട്ടോ. അന്ന് ഒരു കയ്യിൽ എന്തോ പൈസക്ക് ടൈറ്റ് ആണ്. അതിലോനോട് മരുന്നിന് പൈസ കേട്ടതാ, ഈ പൈസ അല്ല വലിയ പൈസ കഴിഞ്ഞിട്ട് മരുന്നിനാണെങ്കിൽ 13,000 റുപ്യ പറയുന്നുണ്ട്. അതിൽ ഷഫീഖ നിങ്ങൾ എത്തിന പൈസ നോക്കുന്നത് ഞാൻ തരൂലേ, കടം വാങ്ങി കിട്ടുന്ന കാര്യമല്ല. നിങ്ങൾ ആ മരുന്ന് വാങ്ങൊക്കെ വന്നിട്ട് ഒരു മാസത്തിന്റെ പൈസയാണ് 13,000. അതൊന്നും നിങ്ങൾ കുടിച്ചു നോക്കി. മാറുകയാണെങ്കിൽ നിങ്ങൾ പൈസ നോക്കല്ലിട്ടോ. ഓനടിഞ്ഞ് വേറെ ഡോക്ടർമാരെ കാട്ടുകയാണെങ്കിൽ ഓരോ കൂട്ടാന്മാരോട് കഴിയുന്ന രീതിയിലോ അന്വേഷിച്ചിട്ട് ഉപ്പാക്ക് ഇങ്ങനെ അസുഖമാണ്, നിങ്ങൾ എവിടെയെങ്കിലും നല്ല ഡോക്ടർ ഉണ്ടെങ്കിൽ പറയുന്നത്. ഞങ്ങളൊക്കെ കടന്നു തിരിഞ്ഞു മറിഞ്ഞ് ഞങ്ങൾ തിരഞ്ഞെടുക്കണേ അറിയാത്ത. ഇനി ഞങ്ങൾ ലാബിലൊക്കെ ഇങ്ങനെ ഞങ്ങൾ ലാബിൽ നിന്ന ടൈമില്ലല്ലേ അല്ലെ, എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു അസുഖമൊക്കെ വരികയാണെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കും എന്താ. പക്ഷെ ഓൾക്കൊന്നും ഇതേപോലെ തലകറക്കുണ്ട്. അന്നൊരു കാക്ക വന്നത് വെച്ചാല് തലകറക്കുണ്ട്. അപ്പൊ നമ്മളെ പ്രതീക്ഷ പോയി ഇതല്ല. പിന്നെ അത് എന്ന് പറഞ്ഞാല് അങ്ങനെ അത് ബാലൻസ് ആണ് കൂട്ടാ. ഇപ്പൊ അതിന്റെ കണ്ണ് കോങ്കണ്ണാവുക, കണ്ണൊന്ന് ഒരു സ്ഥലത്തും ഒന്ന് വേറെ സ്ഥലത്തും, സൗണ്ട് കുറഞ്ഞു വരിക. പിന്നെ ശരീരം ബലം ഭയങ്കര കട്ടി ഉറപ്പാണ്. പാക്കന്നെ പാന്റെ തടി ഒന്നും ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ വെള്ളമൈന്റെ അടുത്ത് പോയിട്ട് ഇപ്പൊ നല്ല മെച്ചമുണ്ട്. കാരണം പല പെടയിലൊക്കെ അല്ലേ ഈ നമ്മൾ മരത്തുമ്പോ തൊട്ടാലും എന്താ വേലല്ലേ ഞങ്ങൾ പറയുമ്പോ വിചാരിച്ചു തോന്നിയാണ്. അല്ലട്ടോ ഞമ്മള് ജീവിതം കൊണ്ട് ഇത്രയും കാലമായിട്ട് ഞങ്ങൾ അനുഭവിച്ചു. കാരണം ഒരു കുഴപ്പമില്ലാത്ത നല്ലൊരു ഇപ്പാന്റെ തരായി എന്നൊക്കെ പറയുമ്പോ ഇന്റെ കൂട്ടുകാരികളൊക്കെയാണ് ഇപ്പാന്റെ കൂട്ടുകാരന്മാര്. അപ്പൊ ഓലൊക്കെ നല്ല ശരിക്കും നല്ല ഓട്ടോറിക്ഷ അങ്ങനെ നല്ല രീതിയിൽ നടത്തുമ്പോ ഞങ്ങളെ കാര്യത്തിന് ഞങ്ങൾ അങ്ങനെ തിരിച്ചത് എന്താ അറിയോ, ഇന്റെ മാപ്പിളോട് സ്ഥലത്തിലാളെ അപ്പൊ മണിക്കൂർ അലയാക്കെ കാര്യം ഇവിടെ ഷെഫീക്കാരും. അപ്പം ആനാന്റെ ഉപ്പാരൊരു ഇങ്ങനെ സുഖമില്ലാതെ ഇങ്ങനെ മാറി നിൽക്കുമ്പോ ഇങ്ങനെ നിൽക്കാൻ പോകുമ്പോ എല്ലാരും കണ്ടിട്ടില്ലേ പാലക്കാട് കൊണ്ടുവരാൻ പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടികൾക്ക് സുഖമില്ലെങ്കിൽ പാലക്കാട് താങ്ങാൻ നിൽക്കുക. പ്രസവത്തിനായാലും പാലക്കാട് മുന്നേക്ക് ഉമ്മ ഉപ്പ. ഇത് ആ അവസ്ഥ ആയതുകൊണ്ട് പ്രസവത്തിന് ഉമ്മ നോക്കണം. എന്തെങ്കിലും ആശുപത്രി കേസാണെങ്കിൽ ഇപ്പാണ് ഈ സ്ഥാനത്ത് നിന്ന് ഷെഫീക്ക് പോയി കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്
ഓളോ അല്ലെങ്കിൽ ഞാനൊക്കെ എന്റെ പ്രസവത്തിന് ഓള് മണ്ടിപ്പായ അല്ലെങ്കിൽ ഓളോ പ്രസവത്തിന് ഞാൻ മതി അങ്ങനെയാണ്. കാരണം ഉപ്പാക്ക് അസുഖം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു വിധി ആർക്കും തരാതൊക്കെ. കാരണം അത്രക്ക് ഇടങ്ങേറില്ല ഇങ്ങനെ ഇഞ്ചായിട്ട് വേദന ആക്കുന്ന അസുഖമാണ്. കാരണം പനി കുപ്പായ ഊരി കഴിഞ്ഞാണ്ടല്ലോ ഇവിടെ ബേക്കിലൊരു വേരുണ്ടായി മരം വെട്ടിയത്. അതിന്റെ വേരിങ്ങനെ നിൽക്കുകയാണ്. അത് ഇപ്പാനെ കുത്തിനോട് വെട്ടി കഴിഞ്ഞതാണ്. പക്ഷെ അതിന്റെ വേരിന്റെ കൂർത്ത് എങ്ങനെയായാലും വെട്ടിക്കളയാൻ പറ്റുന്നില്ല. അതിലെന്താക്കി ഇപ്പൊ ബേക്ക് അടിച്ചിട്ട് ആ വേര് ഇങ്ങനെ നിൽക്കുന്ന വേര് ഇപ്പാന്റെ പുറത്തുകൂടെ കുത്തി കയറിയിരുന്നു. അപ്പഴും കൊണ്ട് വായണം. പിന്നെ ബാത്റൂമിൽ തല തല്ലിയിട്ട് ടൈല് പൊട്ടിയിരിക്കണ്. ചുമര് ഇപ്പൊക്കെ കൊയിഞ്ഞാടുമ്പോ എന്താണെന്നറിയോ ഭയങ്കര ബലക്കാണ്. കൊയിഞ്ഞാടുന്ന ചുമരാണെങ്കിൽ ചുമര് പൊട്ടുക, ടൈലാണെങ്കിൽ ടൈല് പൊട്ടുക. അടച്ചോൻ കൊറേ കാത്തുക്കണം. എത്ര വീണാലും മുറി ആയാലും വേറെ ഒന്നും അതിന് പറിച്ച നല്ല കാവല് ഇപ്പാക്ക് കൊടുത്തത്. കാരണം ഓരോരുത്തര് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പള്ളിക്ക് പോയാല് വെള്ളിയാഴ്ച അവിടുന്ന് വീണിട്ട് നിസ്കരിച്ചാൻ പറ്റാതെ നിസ്കാരത്തിന് മുന്നേ ആൾക്കാരെ കൊടുക്കുന്നു. നിങ്ങൾ തന്നെ അന്ന് ആലോചിച്ചോ പള്ളിക്ക് വെള്ളിയാഴ്ച ചുമക്ക് കൂടാൻ വേണ്ടി ഓരോരുത്തർ പെരിയെന്ന് തെക്കുവീർ കെട്ടുകാരം. ആ തെക്കുവീർ കെട്ടുന്ന ടൈമില് അത്രയും ആൾക്കാരെ പല മൈൻഡിൽ ഇപ്പൊ നിസ്കരിച്ചാൻ പോകുന്നില്ല മൈൻഡിൽ ഇറങ്ങി പോകുന്നത്. തെക്കുവീർ കെട്ടിക്കൊണ്ടുവെക്കുന്ന ടൈമിലൊന്ന് കൊഞ്ഞാൽ നോക്കുന്ന അവസ്ഥ ആലോചിച്ച് ഷെഫീക്കില്ലെങ്കിൽ ഒരു പെരുന്നാളിന് പോകാൻ പറ്റൂല. എന്താ പറയാ കുടുംബക്കാരെ പരിപാടി കൂടാൻ പറ്റൂല. ഇപ്പൊ പോണില്ലെങ്കിൽ ദൂരത്തൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ആ പരിപാടി ക്യാൻസൽ ആക്കണം. ഞങ്ങൾ ആരും പോക്കില്ല. എടുത്താണെങ്കിൽ എല്ലാ പരിപാടിയും ഒഴിച്ച് വെച്ചിട്ട് പല കൊണ്ടുപോകാൻ പറ്റണമെങ്കിൽ കൊണ്ടുപോകും. അല്ലെങ്കിൽ പല ഇവിടെ എത്തിയിട്ട് എല്ലാ പരിപാടിയും ഉപ്പാക്കില്ല ഫുഡ് കാര്യം. ഇനി അവിടെ എന്തേലും കല്യാണം ആണെങ്കിൽ ഉമ്മ എന്താട്ടും ഉപ്പാക്കില്ല നെയ്ച്ചോറോ അല്ലെങ്കിൽ ബിരിയാണി ആക്കി വെച്ചിട്ട് ഉപ്പാക്കൂടെ വെച്ചുകൊടുക്കും. പിന്നെ കുടുംബക്കാരൊക്കെ ആകുമ്പോൾ ആ പരിപാടിക്ക് പോകുമ്പോ മാനൂര് കൊണ്ടേക്കട്ടോ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നേരും അല്ലേ. അപ്പൊ മെയിൻ ആയിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താ അസുഖം ഞങ്ങളോട് നിങ്ങൾ ചോദിക്കുമ്പോ എന്ത് അസുഖാന്ന് ശരിക്കും പറയാൻ. പിന്നെ ഒരു പാർക്കിൻസൺസ് എന്നുള്ളൊരു ഇത് പേര് പറയുന്നുണ്ട്. അതിപ്പോ ലാസ്റ്റ് ഡോക്ടർ ഞങ്ങൾ ചുങ്കത്തുണ്ട്. അത് എവിടുന്ന് വരുന്ന ഡോക്ടർ അമ്മ മഞ്ചേരി. അത് എത്തി ലാസ്റ്റ് ഞങ്ങൾ എത്തിയൊരു ഡോക്ടറാണ് അത്. അതേമാതിരി അന്ന് എന്തോ ഒരു മൊയിനിലാക്ക് ഡോക്ടറിനെ പല കാട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ഡോക്ടർ ഇസ്രായേലല്ലോ ഇസ്രായേലല്ല വേറെ MSIMSിലോ ഇസ്രായേലിൽ വല്ല ഓപ്പറേഷനോ കാര്യങ്ങളോ ചെയ്താലെങ്കിലും ഇത് മാറോലോ വിചാരിച്ച അങ്ങനെയും കൊണ്ടുപോയി നോക്കി. പക്ഷെ ഡോക്ടർ കൊടുത്ത ഫീസ് ഇങ്ങോട്ട് തന്നിട്ട് മൂപ്പർക്ക് ഒരു ടെസ്റ്റും കാര്യങ്ങളും MRI പിന്നെ എടുത്തു. ഞങ്ങൾ അതിനൊന്നും കുഴപ്പമില്ല. ഇപ്പൊ ആ ആകലത്തുള്ള പ്രഷറും അതിന്റെ ഉള്ളൂ. വേറൊരു അസുഖമില്ല. നിങ്ങളൊന്ന് ആലോചിച്ചോക്കി. ഒരസുഖം ഇല്ലാത്ത ഇതിലുണ്ട് ഷുഗർ പ്ലസ് പ്രഷർ കൊളസ്ട്രോൾ ഇല്ല അസുഖമൊക്കെ ഉണ്ട്. ഇവിടെ നോക്കി കഴിയൊന്നുമില്ല. ഒരു അത്ഭുതമാണ്. അപ്പൊ ഈ ഡോക്ടർമാർ MRI നോക്കി എല്ലാ ടെസ്റ്റും കാര്യം. പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടേക്കണേ. പിന്നെ ഇപ്പാക്ക് ഏറ്റവും അടങ്ങിയതായിട്ടുള്ള കാര്യമാണ് ഇപ്പാക്ക് എന്താ പറയാ അന്നിപ്പോ എന്ത് ടെൻഷനായിട്ട് അമ്മ പെരിന്തൽമണ്ണ കൊണ്ടുപോയിത് പറയുന്ന ഭയങ്കര ദേശീയ കാര്യമാണ്. അതിനുണ്ടേനി മാനസിക ഇപ്പാക്ക് ഇടക്ക് അന്ന ടൈമിൽ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ടെൻഷൻ വന്നേക്കിന് അത് പിന്നെ ടെൻഷൻ പറയാന് അതുവരെ നയിച്ചോണ്ടിരിക്കണ ഒരാളെ കജ്ജിന്ന് പിന്നെ ഒന്നിനും പറ്റൂല എന്നുള്ളൊരു അവസ്ഥ വരുമ്പോ മാനസികമായിട്ട് ആകെ ടെൻഷൻ കേറും. അപ്പൊ നമ്മൾ ഈ അസുഖമൊക്കെ പാടെ കണ്ടപ്പോ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണ കണ്ടപ്പോ നമ്മൾ അവിടെ എല്ലായിടത്തും കൊണ്ടുപോയി. അതന്ന ടൈമിലിട്ടോ നമ്മളെല്ലാരും ഒപ്പം നിൽക്കണെങ്കിൽ ഇപ്പൊ അങ്ങനെയല്ലേ കൂട്ടത്ത് കൂടൂല. പിന്നെ നമ്മൾ എന്തേലും ഒന്ന് അങ്ങനെ ചെയ്യല്ലേ. അപ്പൊ അങ്ങനെ ചെയ്യണ്ട. ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോവില്ല പോകണ്ട. അന്ന് ഫുള്ളൊരു എത്തിയിട്ട് നിൽക്കുന്ന സ്വഭാവം. കാരണം എന്താ അപ്പൊ ഈ പാർക്കിൻസൺസിന്റെ ലക്ഷണവും കാര്യമൊക്കെ നോക്കിയപ്പോ ഇപ്പൊ അതിന്റെ സിസ്റ്റംസും കാര്യമൊക്കെ സെയിം ആണ്. അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ ആലോചിച്ചത്. പക്ഷെ അത് പാർക്കിൻസൺസ് അല്ല ഒരു മോഡൽ വരുന്ന അസുഖമാണ്. അപ്പം ലാസ്റ്റ് ആ ചുങ്കത്തത്തെ ഡോക്ടറാണ് പറഞ്ഞത് ഒരു MRI കൂടി നിങ്ങൾ ഇരിക്കും. കാരണം ഫസ്റ്റത്തെ MRIയില് ഇങ്ങനെ തലന്റെ തെളിയണമെന്നില്ല. ചിലർക്ക് രണ്ടാമത് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ തലന്റെ ഉണ്ടാവും. നിങ്ങളൊന്ന് എടുത്ത് നോക്കിയാന്ന്. അങ്ങനെ ഞാനും ഉമ്മിപ്പാനായിട്ട് പോയി. അന്ന് അയാൾ അങ്ങനെ പറഞ്ഞ് രണ്ടാമത് MRI എടുത്തില്ലേ. ഡോട്ടർ സ്കാനിൽ എല്ലാരും പോയി MRI എടുത്ത് അതിന് 4000 എടുത്തിട്ടേനി. അതില് MRI എടുത്ത ഉപ്പാക്ക് യാതൊരു അസുഖമില്ല. ഡോക്ടർ പറഞ്ഞു ഇതിലും ഒരു അസുഖമല്ല കേട്ടോ. ഫസ്റ്റത്തെ MRIക്ക് ഒരു കേടില്ല. നമ്മള് വെറുതെ എടുത്താണ് ഞങ്ങളോട് ആ ഡോക്ടർ എന്നിട്ട് പറഞ്ഞു. പിന്നെ ഉപ്പാക്ക് കാലാകാലം കുറിച്ചിന്റെ ഒരു മരുന്നുണ്ട്. ഒരു ബാലൻസിന്റെ ഒരു ഗുളിക അത് നിർത്താൻ പറ്റൂല. പിന്നെ അതിന്റെ അയാളെ മരുന്നൊക്കെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിലാണ് ഞങ്ങൾക്ക് ഒരു കുറച്ചേലും ഒരു മാറ്റം തോന്നി കിട്ടിയത് അതാണ്. പിന്നെ ഇപ്പാന്റെ അസുഖത്തിന്റെ മെയിൻ എന്ന് പറയുന്നത് ഇപ്പാന്റെ ഭക്ഷണ രീതി നല്ല മാറ്റമുണ്ട്. അത് ഓവറായി തിന്നല്ല കൊടുക്കണ എത്ര ഒരു പൊടിയാണെങ്കിലും അത് സ്പീഡ് വെള്ളം തിന്നണ മാതിരിയാണ്. അത് ഞമ്മക്ക് പഠിച്ച എല്ലായിടത്തും സ്കൂളിൽ പഠിച്ചതില്
ഇവിടെ ഇപ്പൊ തലച്ചോറ് പോയി മെമ്മറി അപ്പൊ പാർക്കിൻസൺസ് അല്ല ഇമ്പൾസ് പാസ് ചെയ്തിട്ട് വേണം നമ്മള് കാര്യങ്ങൾ ചെയ്യാൻ. ഇവിടെ എന്ന് പറയുന്നത് ഹോർമോൺ പാർക്കിൻസൺസ് അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നത് നമ്മളെ ബ്രെയിനിൽ ഉത്പാദിപ്പിച്ച് അവിടെ എത്തിയാല് ഇവിടെ ഇങ്ങനെ എത്തിയാലാണ് പ്രവർത്തനം നടക്കുള്ളൂ. അപ്പൊ അത് അവിടെ ടൈമിങ്ങിൽ എത്തണില്ല. അപ്പം ഇങ്ങനെ ചിലവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഓപ്പറേഷൻ ഉണ്ട്. അപ്പൊ ഇവര് ഇത് വെക്കും, മെഷീൻ വെച്ചുകൊടുക്കും. അപ്പൊ ഓട്ടോമാറ്റിക് അത് ഹോർമോൺ ഉത്പാദിപ്പിക്കുന്ന ഒരു ഇതുണ്ട്, ഓപ്പറേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞേന്. അപ്പൊ അതൊക്കെ നോക്കിയപ്പോ ഇപ്പൊക്കെ ആ ഒരു അസുഖമല്ല. അപ്പൊ ഞങ്ങൾ ആ സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങൾ ഒന്നാമത് യൂട്യൂബ് പറഞ്ഞ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇമ്മ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങള് അനുമതി മോണ്ടന് വീഡിയോയിൽ ഇടാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങള് ഇങ്ങനെ ആലോചിച്ച് നിങ്ങളൊന്ന് തുടങ്ങി നോക്കി. പല മാതിരി എവിടെയും ഇങ്ങനെ ആൾക്കാരുണ്ടാവുമല്ലോ. ഇപ്പൊ ഒറ്റക്കാവില്ലല്ലേ ഈ ലോകത്ത് ഈ ഒരു അസുഖമായിട്ടൊക്കെ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി. നിങ്ങൾ കുറച്ച് വീഡിയോ കാര്യമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പാനൊന്ന് കാട്ടി കൊടുത്താൽ ഇങ്ങനത്തെ അസുഖമുള്ള ആൾക്കാരുണ്ടാവും. ഇങ്ങനത്തെ ആൾക്കാരെ എവിടെയാണ് ഒരു ഡോക്ടറിനെ കാട്ടണം എന്തേതാന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ യൂട്യൂബില് ഒന്നാമത് തുടങ്ങാനുള്ള കേസ് അതാണ്. അല്ലാതെ ഞങ്ങൾക്ക് വേറൊരു ലക്ഷ്യമില്ലേ. ഒന്നാണ്ട് ഇതായിട്ട് കാരണം എന്തെങ്കിലും ഒരു വീഡിയോസ് ഇട്ടാലേ കുറച്ച് വൈറലായിട്ട് ആൾക്കാരെ നമ്മൾ വീഡിയോസ് കാണൽ തുടങ്ങുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഉപ്പാനെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അസുഖത്തിന്റെ ഇതുണ്ട് എന്ന് ഞങ്ങളോട് പറയാൻ പറ്റുള്ളൂ. ആ ഒരു ലക്ഷ്യത്തിലാണ് ഞങ്ങൾ ഇത് തുടങ്ങുന്നത്. കാരണം ഉപ്പാനൊന്ന് ഇപ്പൊ ഞങ്ങൾക്ക് ആ വീഡിയോ ചെയ്ത ആ ടൈമിലല്ലേ മൊയിലാക്കിന്റെ ആ വീഡിയോ ചെയ്തപ്പോൾ തന്നെ എത്രമാനം ആൾക്കാരാണ് എന്റെ ഉമ്മാക്ക് ഉണ്ട്. ഞങ്ങൾക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കലുണ്ട്, എന്റെ ഉമ്മാക്ക് ഉണ്ട് കേട്ടോ, നിങ്ങൾ ആ വെള്ളം വൈദ്യത്തേക്ക് പോയത് എന്തായി, ഈ വെള്ളം വൈദ്യത്തേക്ക് ഞങ്ങൾ എത്താൻ കാരണം നിങ്ങളാണ്. കാരണം ഞങ്ങള് ലൈവ് പോയിട്ട് കുറെ ആൾക്കാർ നിങ്ങൾ വെള്ളം വൈദ്യുതി നിങ്ങളെ വാക്കിയിട്ടാണ് ഞങ്ങൾ ലാസ്റ്റ് ഉപ്പാണ് വെള്ളം വൈദ്യുതി എന്നുള്ള ആൾക്ക് ഞങ്ങൾക്ക് അറിയുമ്പാടല്ലേ. വയനാടൊക്കെ എപ്പോഴേലും കൊല്ലത്തിലൊക്കെ ചുരം കയറി വരികയെന്നല്ലാതെ വെള്ളം വൈദ്യുതി എന്നുള്ള ആളെ ഞങ്ങൾക്ക് അറിയുന്നല്ലേ. അപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വെള്ളം വൈദ്യുതി എന്നുള്ള ആളുണ്ട് ഇങ്ങനെ അസുഖത്തിനാണെന്ന് ഞങ്ങൾ അറിയും. നിങ്ങൾ പറഞ്ഞാൽ പിന്നെ യൂട്യൂബ് കയറി സെർച്ച് ചെയ്തപ്പോ ഇങ്ങനെ ഒരാളാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞതിന്റെ ഞങ്ങൾ അറിഞ്ഞതിന്റെ 2ാം ദിവസം തന്നെ ഞങ്ങൾ പോയിക്കുന്നത്. കാരണം ഞങ്ങളെ അവസ്ഥ അങ്ങനെയാണ്. അന്ന് ഷെഫീക്ക് ചെറിയാപ്പുണ്ട് എല്ലാരും ഇല്ല ടൈമിൽ പിറ്റേന്ന് തന്നെ ഞങ്ങൾ എല്ലാരും വാരി വലിച്ച് പോയിക്കുന്നത്. അവിടെ പോയപ്പോ തന്നെ മൂപ്പര് ഇതാണ് പറഞ്ഞത്. ഇപ്പാന്റെ മൂപ്പര് ഒരു അത്ഭുതാട്ടോ. കാരണം അത്ഭുതാന്ന് പറയാൻ കാരണം ടെസ്റ്റും കാര്യങ്ങളൊന്നും നോക്കാതെ ഒന്നുമില്ല. ഇപ്പാന്റെ കയ്യ് പൊടിച്ചിട്ട് ഇങ്ങനെ നിന്നിട്ട് ഒരു സെക്കൻഡ് ഉള്ളൂ. 1 സെക്കൻഡ് 2 സെക്കൻഡ് മൂപ്പര് പറഞ്ഞ് ഇത്രയും കാലം നമ്മള് ഈ ഭാഗ്യേനി ഞങ്ങള് പ്രശ്നം എന്ന് വിചാരിച്ചിട്ട്. കാരണം പല കാലിന് ചർക്കില് വരുന്നുണ്ട്. അപ്പൊ മൂപ്പര് പറഞ്ഞു ആ ഭാഗത്തിനൊരു കേടുമില്ല, നിങ്ങൾ ഈ ഭാഗം നല്ല കീ വെച്ചിരിക്കുകയാണ്, ഈ ഭാഗത്തിനാണ് കേട്, തലക്കാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഈ കാൽമക്കൊക്കെ കാലെടുത്താ കിട്ടാതെ. പിന്നെ മൂപ്പര് പറഞ്ഞു നിങ്ങളോട് ഡോക്ടർ എന്താ പറഞ്ഞത്, പാർക്കിൻസൺസ് അസുഖമാണ് നിങ്ങളോട് മോഡൽ പറഞ്ഞു. ശരി ഞങ്ങൾ പറഞ്ഞു പാർക്കിൻസൺസ് അല്ലേ, നമ്മൾ ഇതിൽ ഇങ്ങനെ വയനാട്ടിൽ ഇത് ചെന്നി അങ്ങനെ പറയും, ഓരോ നാട്ടിലെ ഭാഷ വെച്ച് അങ്ങനെ പറയുന്നതാണ്. അതില് ഞങ്ങൾ പറഞ്ഞ ഞങ്ങളോട് പാർക്കിൻസൺസ് ആണ് പറഞ്ഞത്. അപ്പം 4-5 ഇങ്ങനെ കൊയമ്പും തന്ന് കഷായം തന്ന് ഇപ്പൊ ചൂട് വെച്ച് കൊയമ്പ് തേച്ച് നിൽക്കുകയാണ് ഇപ്പ. ഇനി ഒരു 1-1.5 മണിക്കൂർ കഴിഞ്ഞ് ഇപ്പ ആ തേച്ച് കഴിഞ്ഞ് കുളിച്ചു. ഈ മരുന്നാണ് ഞങ്ങൾ 2 മരുന്ന് അതിലന്ന് വെള്ളം വൈദ്യത്തിൽ പോയപ്പോ ഞങ്ങൾ ചോദിച്ചാൽ ചുമത്തത്തെ മരുന്ന് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യണം നിർത്തണം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ആ ഗുളിക നിർത്തണ്ട, അത് കുടിച്ചോട്ടെ. കാരണം അത് കുടിച്ചണ്ടി എന്ന് പറഞ്ഞ നിർത്താൻ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അതിൽ മൂപ്പര് പറഞ്ഞ ആ ഗുളിക കുടിച്ചോട്ടെ, അതിന് എഫക്ട് കാര്യമൊന്നുമില്ല, കുടിച്ചോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വെള്ളം വൈദ്യയുടെ മരുന്നുമാണ് ഞങ്ങൾ ഇത് എത്തിക്കുന്നത്. അപ്പൊ ഉപ്പാന്റെ ഇന്ന അസുഖാണ് എന്ന് പറഞ്ഞിട്ട് ല്ലേ ഞങ്ങൾക്ക് പേര് പറയാൻ അറിയില്ല, ലക്ഷണങ്ങൾ പറയാനേ ഞങ്ങൾക്ക് അറിയുള്ളൂ. പക്ഷെ ഇത് അനുഭവിച്ചിട്ട് എപ്പാക്കൊരു പ്രശ്നമായിട്ട് തോന്നില്ല. കാരണം ഒന്നാമത് ഒന്നും പറയില്ല, ആദ്യം പറയില്ല. അപ്പൊ എന്തേലും ഉണ്ടെങ്കിൽ പറഞ്ഞെങ്കിലല്ലേ വേദന എവിടെയെങ്കിലും ഉണ്ടോ എന്തെങ്കിലും പൊറുതിയിട്ടുണ്ടോ ഒന്നും പറയില്ല. അപ്പൊ അതാണ് കുഴപ്പം. അതല്ല കുഞ്ഞാടെ തലമക്കൂടെ ചോരന്നാലും ഇച്ചൊരു കുഴപ്പമില്ല, ഇച്ചൊരു കുഴപ്പമില്ല. എത്ര സ്ഥലത്ത് ഞങ്ങളെ കെട്ടിച്ചോടത്തേക്കാലം ഉമ്മ ഫോൺ വിളിച്ച് കരഞ്ഞു വിളിച്ചു, വണ്ടി ആടി ഇപ്പൊ വീണുകണ് ആശുപത്രി കൊണ്ടുപോകാൻ പറയാം. ഞങ്ങൾ അപ്പൊ എത്തിങ്ങാണ്ട് അപ്പൊ കൊണ്ടുപോക്കാണ്. കാരണം ചോര ഒലിച്ചേക്കാരം മേക്കുന്നു. ഉമ്മാക്ക് ഒറ്റക്ക് ഇത് കണ്ടുകൊണ്ട് വെക്കൂലല്ലോ. അയൽക്കാരൊക്കെ ഞങ്ങൾക്ക് ഇവിടെ കാരണം ആർക്കലാണ്, അയലക്കത്തോലൊക്കെ മണ്ടി വരും. ഞങ്ങൾ പോകുകയാണെങ്കിൽ തന്നെ ഞങ്ങൾ അയലക്കാരെ ഏൽപ്പിച്ചു. ഇനി ഇവിടുത്തെ ഫോൺ വിളിച്ചാൽ എടുത്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ അയലക്കാരുടെ നമ്പറൊക്കെ ഞങ്ങൾ ഈ സേവാണ്. രാത്രി 10 മണി ആയാലും ഞങ്ങൾ വിളിച്ചു ചോദിച്ചു ഉമ്മാരെ ഫോണൊന്നും എടുത്തിട്ടില്ല, അതിനൊക്കെ ഒരു ശാരദങ്ങളൊന്ന് പോയി നോക്കോ. ഏതായാലും ഡേഞ്ചർ അസുഖാണിത്. ഇത് അറിയണവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണ്ടേ എന്താണ് ഈ അസുഖത്തിന്, എങ്ങനെ മാറാ ഇരിക്കുക എന്നൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ. എന്താ പറയാലോ പറയും അങ്ങനൊക്കെ തന്നെ